ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ബീച്ചിൽ പോകട്ടെ. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ ആർക്കും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒറ്റമതിൽ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ചാമക്കാല ബീച്ചിലാട്ടോ വന്നത്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ചേട്ടത്തി മുന്നെപ്പോഴും വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടത്തി പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല, അധികം ആരും വരാത്ത ബീച്ചാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അവിടേക്കൊക്കെ നടന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാരും ഉണ്ട്, മഴ ചെറുതായി ചാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്നാലും ബീച്ചിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിന് ചേട്ടൻ്റെ കൊച്ചേട്ടൻ ഞാൻ അപ്പോൾ അവനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പറയുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. പുണ്യങ്ങളുള്ളവരും നമ്മൾ എവിടെയെങ്കിലും കയറിക്കാന്ന് വെച്ചിട്ട് പോണതാട്ടോ. അപ്പോഴേക്കും അത്യാവശ്യം മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കിടന്ന് ഓടുന്നത്. അങ്ങനെ കുറച്ച് നമ്മൾ കയറിയൊക്കെ നിന്നു. പിന്നെ മഴയൊക്കെ തുറന്നപ്പോൾ നമ്മളവിടുന്ന് നേരെ ബീച്ചിൽ പോകാം കേട്ടോ. അപ്പോൾ അതിന് ചേട്ടൻ മൂത്ത് വെച്ചിട്ട് ഞാനപ്പോൾ അവളെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പറയണ്ട കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ അറപ്പത്തോടെ അങ്ങനത്തെ എന്തോ സംഭവമാണെന്ന് അറിയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ ചേച്ചിയും ചേട്ടത്തി ആദ്യം ചെന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവർ കളിക്കണ്ടിട്ട് എനിക്കും കൊതിയായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ വേഗം ചെന്ന് ഞാൻ അവരുടെ അടുത്തോട്ട് പോയിട്ടോ. അങ്ങനെ ഞാനും അതിലോട്ട് ഇറങ്ങി. അവിടെ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ട് അവിടെ നിൽക്കാനായിട്ട്. പക്ഷേ നിൽക്കാൻ പറ്റില്ല, കാരണം മണ്ണായ കാരണം ഭയങ്കരമായിട്ട് നമ്മൾ താഴ്ന്നു പോണ പോലെ ഉണ്ട്. പിന്നെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം മഴ ചാറിനുണ്ട്. അപ്പോൾ ഉണ്ണിയുള്ള കാരണം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഈ മരത്തിൻ്റെ അടിയിലൊക്കെ വന്ന് നിന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങട്ടെ. നമുക്ക് വിചാരിച്ചു വന്നപ്പോൾ നമുക്ക് അടുത്ത ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. എനിക്ക് ഈ ബീച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം. പിന്നെ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ അടുത്ത ബീച്ചിൽ പോകാൻ വെച്ചിട്ടോ. അപ്പം നമ്മൾ പിന്നത്തെ ബീച്ചിൽ പോയി നമ്മൾ നേരെ വഞ്ചിപ്പുര ബീച്ചിലോട്ട് പോയത്. അതിപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് വിചാരിക്കണം വഞ്ചിപ്പുര ബീച്ച്. അവിടെ എത്തിയപ്പോൾ മറ്റേ ബീച്ചിനേക്കാളും ഇവിടെ നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും മക്കൾ നേരെ വന്ന് ബോട്ടിലോട്ട് കയറിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ആൾക്കാരിനേക്കാളും കൂടുതൽ പട്ടികൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ബീച്ചിലധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തോ പോലെ ആൾക്കാരിനെ കണ്ടപ്പോട്ടാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് മേടിക്കാൻ വന്നപ്പോൾ ആ പട്ടികളൊക്കെ നമ്മളടുത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളിവിടെ നിന്ന് ഇറങ്ങാട്ടോ. കാരണം ഉണ്ണി വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവനക്ക് വയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങയും കാര്യങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ തിന്ന് നമ്മൾ ഇറങ്ങി. അപ്പം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോണത്, വേറെ എവിടേക്കും പോകണമെന്നില്ല. അപ്പോൾ അത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.